നമസ്കാരം. ബേപ്പൂർ സുൽത്താനായി റിയാസും അൻവറിനെ തോൽവിയും. ഏതായാലും ഇത്തവണ പല മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ മന്ത്രിമാരടക്കം 13ഓളം മന്ത്രിമാരടക്കം പരാജയം ഏറ്റുവാങ്ങുമ്പോൾ PA മുഹമ്മദ് റിയാസിൻ്റെ വിജയം ഒരു ആശ്വാസമാണ്. 81,849 വോട്ടുകളാണ് മുഹമ്മദ് റിയാസ് ഇത്തവണ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് നേടിയിരിക്കുന്നത്. PV അൻവർ നേടിയിരിക്കുന്നത് 74,362 വോട്ടുകളാണ്. അതായത് ഏകദേശം 7,487 വോട്ടുകളുടെ വിജയമാണ് PA മുഹമ്മദ് റിയാസിനെ ലഭിച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിലും അന്നും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ആണ് മത്സരിച്ചത്. അന്ന് മുഹമ്മദ് റിയാസ് 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത്. അന്ന് അഡ്വക്കേറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഡ്വക്കേറ്റ് PM നിയാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പിന്നീട് 2016 പരിശോധിക്കുകയാണെങ്കിൽ CPM-ലെ മുഹമ്മദ് കോയയാണ് ജയിച്ചിരിക്കുന്നത്. അന്ന് അദ്ദേഹം INC-യിലെ MP ആദം മുൽസിയെ 14,363 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. ഇത്തവണ ബേപ്പൂർ മണ്ഡലം ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള മണ്ഡലമായിരുന്നു. കാരണം PV അൻവർ അടക്കം അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള വെല്ലുവിളികളും അവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ചരിത്രം അത് ആ പാരമ്പര്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് PA മുഹമ്മദ് റിയാസും. ഇത്തവണയും മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിലേക്ക് ഉണ്ടാകും. വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും 7,400 വോട്ടിൽ അധികം നേടിയാണ് അവിടെ ഭൂരിപക്ഷം PA മുഹമ്മദ് റിയാസ് ഇത്തവണ പിടിച്ചിരിക്കുന്നത്.